നമ്മുടെ ആധ്യാത്മിക മാതാവ്. പരിശുദ്ധ കന്യകയുടെ ആധ്യാത്മിക മാതൃത്വം മരിയ ശാസ്ത്രത്തിൽ ഏറ്റവും സുവ്യക്തമായും സാർവത്രികമായും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സത്യമാണ്. എല്ലാ ക്രിസ്ത്യാനികളും നൈസർഗികമായി തന്നെ പരിശുദ്ധ കന്യകയെ മാതാവ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. കന്യകാ മറിയം യഥാർത്ഥത്തിൽ നമ്മുടെ മാതാവാണെങ്കിൽ അവൾ ഒരർത്ഥത്തിൽ നമ്മെ ഉദരത്തിൽ സംഭവിക്കുകയും പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. ദിവ്യജനനി ഇപ്പോഴും നമുക്ക് മാതൃസഹജമായ വാത്സല്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയായി തീരുന്നതിന് ആധ്യാത്മികമായ ഒരു നവജനനം ആവശ്യമാണല്ലോ. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഒരു മനുഷ്യൻ ജലത്താലും പരിശുദ്ധാത്മാവിനാലും നവമായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവന് കഴിയുകയില്ല. ആധ്യാത്മികമായ ഈ പുതിയ ജനനത്തിൽ പരിശുദ്ധ കന്യകയ്ക്കുള്ള സ്ഥാനം എന്തെന്നുള്ളത്, അഥവാ പരിശുദ്ധ കന്യകയുടെ ആധ്യാത്മിക മാതൃത്വം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ പരിചിന്തനത്തിന് വിധേയമാക്കേണ്ടത്. ദിവ്യജനനിയുടെ ആധ്യാത്മിക മാതൃത്വം വരപ്രസാദ മധ്യസ്ഥത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. മിശിഹ കാൽവരിയിലെ കുരിശാകുന്ന ബലിവേദിയിൽ കിടന്നുകൊണ്ട് അവളുടെ ആധ്യാത്മിക മാതൃത്വം പ്രഖ്യാപിച്ചു. ഈശോ തന്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് തന്റെ അമ്മയോട്, സ്ത്രീ, ഇതാ നിന്റെ മകനെന്നും ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മയെന്നും അരുളി ചെയ്തു. വിശുദ്ധ യോഹന്നാൻ ഇവിടെ ശിഷ്യൻ എന്ന പദം ഉപയോഗിക്കുന്നത് അദ്ദേഹം മാനവരാശിയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിനാണ്. ഈശോ പരിശുദ്ധ കന്യകയെ സ്ത്രീ എന്ന് സംബോധന ചെയ്യുന്നത് മേരി ദൈവം വാഗ്ദാനം ചെയ്ത സ്ത്രീയാണെന്ന് മനസ്സിലാക്കുവാനും പരിശുദ്ധ കന്യകയ്ക്ക് മിശിഹായോടുള്ള ശാരീരികമായ ബന്ധത്തിലുപരിയായി സാർവത്രിക സ്ത്രീയായി തീർന്നിരിക്കുന്നു എന്ന് അനുസ്മരിപ്പിക്കാനുമാണ്. മിശിഹ പരിത്രാണ കർമ്മം പൂർത്തിയാക്കുന്ന ലോക ചരിത്രത്തിലെ മഹത്തായ നിമിഷത്തിൽ പരിശുദ്ധ കന്യകയുടെ ശാരീരിക സംരക്ഷണം ഒരു ശിഷ്യനെ ഏൽപ്പിച്ച് കൊടുക്കുക തികച്ചും അസംഭവ്യമാണ്. മിശിഹ മൗതിക ശരീരത്തിന്റെ ശിരസ് എന്ന നിലയിൽ ദൈവസുത സ്ഥാനം നമുക്ക് നൽകിക്കൊണ്ട് മാനവകുലത്തെ നവീകരിച്ചു. അതിന് സുതനായ ദൈവത്തിന് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മാനവരാശിയുമായി ഏകീകരിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. പരിശുദ്ധ കന്യക അവിടുത്തെ ദൈവമാതൃത്വ ദ്വാര ഇത് സാധ്യതമാക്കി. ഇപ്രകാരം പരിശുദ്ധ കന്യകയിൽ ദൈവമാതൃത്വവും ആധ്യാത്മിക മാതൃത്വവും സമ്മേളിച്ചു. മനുഷ്യകുലത്തിന്റെ നവീകരണവും മിശിഹായുടെ ശിരസ് എന്ന സ്ഥാനവും മറിയത്തിന്റെ മാതൃസ്ഥാനവും പ്രകൃത്യാതീത ജീവദായകത്വത്തിനുള്ള സാർവത്രിക ശക്തിയാണ്. പരിശുദ്ധ കന്യകയുടെ മാതൃത്വത്തിന് ദൈവിക പിതൃത്വത്തിന്റെ ഫലദായകത്തിൽ പരിത്രാതാവും തന്റെ സുതനായ ദൈവപുത്രനോട് യോജിക്കുമ്പോൾ ഭാഗഭാഗിത്വം സിദ്ധിക്കുന്നു. മാനവരാശിക്ക് ദൈവിക ജീവൻ നൽകുന്നതിനു വേണ്ടി ദൈവജനനിയും സ്വജാതനും തമ്മിലുള്ള അത്ഭുതാവഹമായ മഹോന്നതമായ ഐക്യം പോലെ വിവാഹത്തോട് സദൃശ്യമായ വേറൊരു സംയോജനമില്ല. എല്ലാ മനുഷ്യരും അവരുടെ പ്രകൃത്യാതീത ജീവൻ സ്വീകരിക്കുന്നത് മിശിഹ കഴിഞ്ഞാൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നാണ്. പരിശുദ്ധാത്മാവ് വഴിയായി കന്യകയുടെ ഉദരത്തിൽ ദൈവവചനം മാംസമായി തീർന്നപ്പോൾ എല്ലാ മനുഷ്യരും മിശിഹായുടെ സഹോദരന്മാരായി, ദൈവപുത്രന്മാരായി.